അല്ലാതെ ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല എന്ന് ലീഡേഴ്സിന്റെ നിരന്തരമായ പറച്ചിലുകൊണ്ട് ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിൽ പങ്കെടുക്കും. അപ്പൊ ഇതുപോലത്തെ രാവിലത്തെ ഐപ്ലേസ് മീറ്റുകൾ നമുക്ക് വെറുതെ കിട്ടുന്ന അതുകൊണ്ട് ആരും മിസ്സാക്കാതെ എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മളെയും ടീമിനെയും ഇതുപോലത്തെ പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിലൂടെ വലിയ വിജയം ഉണ്ടാകാൻ പറ്റുള്ളൂ. നമ്മൾ വിജയിച്ച ഏതൊരു ലീഡേഴ്സിന്റെ എടുത്ത് നോക്കിയാൽ പറയാം, അവരൊക്കെ പറയുന്നത് പ്രോഗ്രാമുകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. പ്രോഗ്രാമിന് മാത്രമേ നമുക്ക് ഈ ബിസിനസിനെ കുറിച്ച് ആയിക്കോട്ടെ അറിവ് കിട്ടുള്ളൂ. അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിലൂടെ വലിയൊരു വിജയം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. എന്റെ ഈ സെഷൻ ചെയ്യുന്ന വ്യക്തിയെ ഇൻവൈറ്റ് ചെയ്യുന്ന ദൗത്യം മാത്രമാണ് ഉള്ളത്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ആ വ്യക്തിയെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് അധികം സന്തോഷം അഭിമാനമുണ്ട്. കാരണം മറ്റാരുമല്ല, നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയിൽ നിന്ന് ഇന്നൊരു ബിസിനസ്മാനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റ് ലീഡേഴ്സ് ആണ്. അതുപോലെ തന്നെ ഒരു ബ്രാൻഡ് ന്യൂ കാർ അച്ചീവർ കൂടിയാണ്. മറ്റൊരു സാധാരണ വ്യക്തിയിൽ നിന്നും വളരെ ഒരുപാട് ആളിലേക്ക് ഈ ബിസിനസ് അവസ്ഥയെ ഏറ്റെടുത്തുകൊണ്ട് നിരവധി കുടുംബങ്ങളിലേക്ക് വരുമാനം ആരോഗ്യം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ് കരുവാരക്കുണ്ടിന്റെ ഗോയിങ് RTC ലീഡറായിട്ടുള്ള ഉണ്ണികൃഷ്ണ സാറിനെ ഈ ഒരു സ്പോട്ടിലേക്ക് വളരെ സന്തോഷത്തോടെയും അപ്ലേസിന്റെ അനുഗ്രഹത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ഉണ്ണി സാർ. താങ്ക് യു സാർ. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കാണുന്നുണ്ടല്ലോ അല്ലെ? വളരെയധികം സന്തോഷം. പ്രസാദ് സാർ നല്ലൊരു ഓൺലൈൻ കൈയ്യടിയും കൊടുക്കാം. കാരണം ഈ ബിസിനസിനെ വളരെ ആത്മാർത്ഥതയോടെ സ്നേഹിച്ചുകൊണ്ട് വളരെ കമ്മിറ്റഡ് ആയി ഈ ബിസിനസ് ചെയ്യുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ് പ്രസാദ് സാർ. ഇന്ന് കമ്പനിയുടെ ടീം കോർഡിനേറ്റർ ആണെങ്കിലും ഏറ്റവും വൈകാതെ തന്നെ അടുത്ത റാങ്കിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ്. അദ്ദേഹം പറഞ്ഞ ഈ ബിസിനസ്സിനോടുള്ള ഒരു ആത്മാർത്ഥത, കമ്മിറ്റ്മെന്റ് വരാനുള്ള കാരണം പ്രോഗ്രാംസ് അല്ലെ. എനിക്കറിയാം അദ്ദേഹം ജോയിൻ ചെയ്ത അന്ന് തൊട്ട് ഒരു പ്രോഗ്രാമും ഒഴിവാക്കാത്ത ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി എന്റെ ടീമിലുണ്ടെങ്കിൽ അത് പ്രസാദ് സാറാണ്. കാരണം ലീഡേഴ്സും കമ്പനിയും എന്ത് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ടോ അതിന്റെയൊക്കെ മുന്നിൽ അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും വലിയ വലിയ വിജയങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഗോഡ്. ഇന്ന് ഈ ഒരു സെക്ഷനിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ വളരെയധികം നന്ദി. അതുപോലെ തന്നെ ഈ ഒരു അവസരം നൽകിയ സക്സസ്ഫുൾ ഗ്ലോബൽ എന്ന ഓർഗനൈസേഷന്റെ ഫൗണ്ടേഴ്സ് ഫാമിലിയിലുള്ള മനോജ് സാറും ലതാ മേഡത്തിനും ഒരു ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എന്റെ അപ്ലയൻസ് ലീഡേഴ്സ് ആയിട്ടുള്ള എംകുട്ടി സാർ, റസാഖാൻ, ഷജിത് മാഡം, ഐഷ മാഡം, നിഷാന്ത് സാറിനും കൂടി ഈ ഒരു അവസരത്തില് നന്ദിയോടെ സ്മരിക്കുന്നു. കാരണം ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് ഏകദേശം 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. എന്നെ പോലെ ഒരു സാധാരണക്കാരനെ എന്താ പറയാ, ഒരു വ്യക്തിയുടെ മുഖത്ത് പോലും നോക്കി സംസാരിക്കാൻ കപ്പാസിറ്റി എന്നല്ല, എന്റെ പ്രകൃതം അങ്ങനെയായിരുന്നു. ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും എനിക്ക് മടിയല്ല, അങ്ങനെയായിരുന്നു എന്റെ പ്രകൃതം. പക്ഷെ ഇന്ന് ആയിരക്കണക്കിന് 100കണക്കിന് ആളുടെ മുന്നിലും മുട്ട് വിറയ്ക്കാതെ നിന്ന് സംസാരിക്കാനുള്ള കപ്പാസിറ്റി നേടിയെടുത്തത് നമ്മുടെ ഈ ഓർഗനൈസേഷന്റെ പവർ തന്നെയാണ്. എന്റെ അപ്ലയൻ ലീഡേഴ്സിന്റെ മോട്ടിവേഷനും അതുപോലെ തന്നെ അവരുടെയൊക്കെ അകമഴിഞ്ഞ സഹകരണം കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു ഐപ്ലേസ് മീറ്റിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ സാധിച്ചത്. അപ്പൊ അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയുള്ള ഒരു അവസരത്തിലാണ് നമ്മളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു അവസരം ഇപ്പൊ പല ഘട്ടങ്ങളിൽ ഞാൻ ആലോചിക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനും വേണ്ട ഒരു അവസരം പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും നമ്മുടെ മുന്നിലേക്ക് വെച്ച് തരാറില്ല. അപ്പോ ഞാൻ പലവട്ടം ശ്രദ്ധിക്കാറുണ്ട്. സാധാരണ നമ്മളെ ബന്ധുവിനെയും സുഹൃത്തിനെയും കാണുമ്പോൾ രാവിലെ കാണുമ്പോൾ ചായ കുടിച്ച് ചോദിക്കും അല്ലെ, ഉച്ചയ്ക്ക് കാണുമ്പോൾ ഭക്ഷണം ചോറ് കഴിച്ച് ചോദിക്കും. ഈ രീതിയിലുള്ള കുശലാന്വേഷണം. പണിയുണ്ടോ ചോദിക്കും. പണിയില്ലെങ്കിൽ അതിന് പരിഹാരം നമ്മുടെ കൂടെ വാ, എനിക്ക് പറ്റിയൊരു അവസരം തരാം, നമ്മുടെ കൂടെ നിൽക്കി നിന്നെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നേ വരെ ഒരു സുഹൃത്തോ ബന്ധുവോ അയൽവാസിയോ പോലും നമ്മളെ സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു ബിസിനസ്സിലൂടെ വന്നപ്പോൾ മാത്രമാണ് ഒരു മാറ്റം നമ്മൾ അറിയുന്നത്. കാരണം ഇവിടെ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ഏത് വ്യക്തിയാണെങ്കിലും അവരോട് നമ്മൾ പറയുന്നത് നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കൂ, നിങ്ങളെ വിജയിപ്പിച്ചു തരാം അല്ലെ. ആ ഒരൊറ്റ ഡയലോഗാണ് നമ്മുടെ അപ്ലയൻസ് നമ്മളോട് പറയാറുള്ളത്. കാരണം ഇവിടെ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ 3 തലമുറയ്ക്ക് വരുമാനം എത്തിക്കാൻ പറ്റാവുന്ന ഒരു അവസരമാണ് നിങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടുത്താം എന്നൊരൊറ്റ കമ്മിറ്റ്മെന്റ് നമ്മുടെ ലീഡേഴ്സിന്റെ ഭാഗത്ത് നമുക്ക് തരാറുണ്ട്.
മറ്റേത് മേഖലയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വ്യക്തിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. സപ്പോർട്ടിങ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ലാഭോച്ഛ കൂടാതെ, അതായത് അവര് എന്തെങ്കിലും നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്തു തരുന്നത് അവർക്ക് അതിൽ എന്തെങ്കിലും ലാഭം ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പറ്റം ലീഡേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. അത് തന്നെയാണ് ഈ ബിസിനസിന്റെ വിജയം. അപ്പൊ എന്ത് തന്നെയാലും ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ അല്ലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു മുട്ടുസൂചി പോലും വിറ്റ് പരിചയമില്ലാത്ത ധാരാളം ആളുകളാണ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ ഇവിടെ സാധാരണ നിലയിൽ ഒരു ബിസിനസ്മാൻ എന്റർപ്രണറായിട്ട് മാറാൻ പറ്റാവുന്ന ഒരു അവസരമാണെങ്കിലും ഇന്ന് ഒട്ടുമിക്ക വ്യക്തികളും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മുട്ടുസൂചി പോലും വിറ്റ് പരിചയമില്ലാത്ത ആളുകളാണ്. അപ്പൊ ഇവിടെ നമ്മൾ ബിസിനസ്സിൽ വിജയിക്കുന്നതിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരുപാട് നോളജ് ആവശ്യമാണ്, ഒരുപാട് അറിവ് നമുക്ക് ആവശ്യമാണ്. പഠിക്കൽ നമുക്ക് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പഠിക്കുക മാത്രമല്ല, പഠിക്കുക ചെയ്യുകയും വേണം. ചെയ്യുന്നത് നമ്മുടെ കൂടെ വന്ന ആളുകൾ പഠിപ്പിക്കുകയും വേണം. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു കമ്പനി ബെറ്റർ ആയതുകൊണ്ടോ നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ടോ ഒന്നും ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കില്ല. നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ടീം അല്ലെ, ആ ഒരു ടീമിന്റെ കപ്പാസിറ്റി, നല്ലൊരു ടീമിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, ഇന്ന് നമ്മളെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് സക്സസ് ബൈ ഗ്ലോബൽ എന്ന ഓർഗനൈസേഷന്റെ കൂടെയാണ്. തന്നെയുമല്ല, ഓർഗനൈസേഷന്റെ ലീഡേഴ്സ് പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ് ആണ്. നിഷാന്ത് സാറ്, അൽതാഫ് സാറ്, അതുപോലെ തന്നെ ഒരുപാട് ലീഡേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സിന്റെ മെന്റർഷിപ്പിലൂടെ, അതുപോലെ അവരുടെ മോട്ടിവേഷനിലൂടെ, മെന്റർഷിപ്പിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. അവിടെ മനസ്സിലാക്കുക, നമ്മൾ വന്നുപെട്ടിരിക്കുന്ന കമ്പനിയും ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ്. നമ്മൾ വന്ന് ഇരിക്കുന്ന ഓർഗനൈസേഷനും നമ്പർ 1 ഓർഗനൈസേഷനാണ്. നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമുക്ക് കട്ടക്ക് നിൽക്കുന്ന ലീഡേഴ്സും നമ്പർ 1 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക. കാരണം ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അത് അക്ഷരം പ്രതി വെള്ളം ചേർക്കാതെ, ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ വെള്ളം ചേർക്കാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 100% സക്സസിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഓർഗനൈസേഷൻ തന്നെ നമുക്ക് ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. അതായത് 4 ബേസിക് ആയിട്ടും വെറി 07 ആയിട്ടും 5 ഫിംഗേഴ്സ് ആയിട്ടും ഒക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കൽ മെത്തേഡ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോ ധാരാളം ആളുകൾ ഇപ്പോ ദിവസേന പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന നമ്മുടെ ഓർഗനൈസേഷന്റെ സക്സസ് മന്ത്ര ബെറി 007 കുറിച്ചാണ്. അപ്പൊ ഇത് പുതിയ ആളുകൾക്ക് പുതിയൊരു അറിവായിരിക്കും. നിങ്ങൾ എഴുതി വെച്ചോളൂ. നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വീണ്ടും ഒരു റിപ്പീറ്റ് ആയിട്ട് തോന്നാം. പക്ഷെ അത് നമ്മളെ എന്ത് ബിസിനസ്സാണ്, എന്ത് കാര്യങ്ങളാണ് വീണ്ടും എഗൈൻ കേൾക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ ഹൃദയത്തിലേക്കും പതിഞ്ഞു വരികയുള്ളൂ. അപ്പൊ ഇവിടെ പുതിയതായിട്ട് ധാരാളം ആളുകൾ നമ്മുടെ ബിസിനസ്സിൽ കടന്നു വരാൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അവർക്കുള്ളൊരു ചെറിയൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു എക്സ്പീരിയൻസിലൂടെ നമുക്ക് ഈ ഒരു അവസരം നിങ്ങൾക്ക് എത്തിക്കുകയാണ്. ഇവിടെ ബെറി 007 നമ്മളെ ഓർഗനൈസേഷൻ പറയുന്നത്, നമ്മൾ 7 കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ, ഇതിൽ മുന്നോട്ട് പോകണമെങ്കിൽ 7 ഘടകങ്ങൾ നമ്മൾ പാലിക്കൽ നിർബന്ധമാണ്. അപ്പൊ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് പറയുന്നത്, ഈ ബിസിനസ് ഏറ്റെടുക്കുന്ന ആളുകൾ ബിൽഡ് യുവർ ഡ്രീംസ് ആൻഡ് ഗോൾസ്. ഈ ബിസിനസ് വിജയിക്കണമെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയോ പ്രായപരിധിയോ ഒന്നും ഇന്ന് കമ്പനിയോ നമ്മുടെ ഓർഗനൈസേഷനോ ചോദിക്കുന്നില്ല. ഇവിടെ ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉള്ള ആളുകളാണോ? അതുപോലെ തന്നെ നല്ലൊരു ഗോൾ സെറ്റിംഗ്, നിങ്ങൾ ആഗ്രഹങ്ങളും സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണോ? അവർക്കാണ് ഈ ബിസിനസ് പറഞ്ഞത്. ഡ്രീംസ് ഉള്ള ആളുകൾക്ക് ബിസിനസ് ഉള്ളൂ. ഇവിടെ നമ്മൾ ഡ്രീംസ് എന്ന് പറയുക വലിയ സ്വപ്നങ്ങൾ. ഏതൊരു ആളുകളുടെ സ്വപ്നങ്ങൾക്ക്, എല്ലാ ആളുകളും സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ്. പക്ഷെ ഇവിടെ നാം പലവട്ടം കാണുന്ന ഒരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര വലിയ സ്വപ്നങ്ങളാണെങ്കിലും നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ആ സ്വപ്നങ്ങളുടെ അളവ് കുറയുന്നതാണ് അല്ലെ. വലിയ സ്വപ്നങ്ങൾ കാണാൻ പറയുമെങ്കിലും ആ വരുമാനത്തിനനുസരിച്ച് നമ്മുടെ സ്വപ്നങ്ങളുടെ അളവ് വീണ്ടും താഴേക്ക് വരുന്നതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ മേഖലയിലല്ല നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ ബിസിനസ് ഓണേഴ്സ് ആയിട്ടാണ് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പൊ ബിസിനസ്സുകാർക്ക് മാത്രമേ ശരിക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. സാധാരണ ഒരു കൂലിപ്പണി മേഖലയിൽ എംപ്ലോയി കാറ്റഗറിയിൽ നിന്നൊന്നും ഒരു ബിസിനസ് ഒരു സ്വപ്നങ്ങളും അച്ചീവ് ചെയ്യാൻ ഇന്നത്തെ കാലഘട്ടം സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടോ, എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു മേഖലയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ബിസിനസിന്റെ ഏറ്റവും ക്വാളിറ്റി, അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത്, നിങ്ങൾ സ്വപ്നമുള്ള വ്യക്തിയാണോ, ഡ്രീംസ് ഉള്ള വ്യക്തിയാണോ, നല്ല ഗോൾസ് സെറ്റ് ചെയ്തുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ള വ്യക്തിയാണോ എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കുക, ഇവിടെ നമ്മൾ ജോലി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടുന്ന കാര്യം ഷുവറാണ്. അപ്പൊ ഇവിടെ നമുക്ക് ജോലി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നിലേക്ക് ഒരു
എന്ത് വേണം, ഒരു ഫോക്കസ് വേണം അല്ലെ, അതിന് സ്വപ്നങ്ങൾ വേണം. അപ്പൊ എന്തൊക്കെയാണോ നിങ്ങളുടെ സ്വപ്നങ്ങൾ അത് നിങ്ങൾ എഴുതി വെക്കുക. മിനിമം ഒരു 100 സ്വപ്നങ്ങളെങ്കിലും എഴുതി വെക്കണം എന്നാണ് പറയാറില്ല ലേസ്. നിങ്ങൾ ഡയറിയിൽ എഴുതി കുറിച്ച് വെക്കുക സ്വപ്നങ്ങൾ എഴുതി വെച്ചാൽ മാത്രം പോരാ, അത് എത്ര പീരീഡ്, എത്ര സമയം കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഡ്രീം എത്ര സമയം കൊണ്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ വീക്ക്ലി 10,000 അല്ലെ, 2,10,000 കിട്ടുന്ന ബിസിനസ്സാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ഈ 2,10 നമുക്ക് എന്നാണ് വേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് കിട്ടണം അല്ലെ. അപ്പൊ എന്നാണ് വേണ്ടത്, നമ്മുടെ ഡ്രീംസ്, നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് എന്ന് അച്ചീവ് ചെയ്യണം. എന്തെങ്കിലും സ്വപ്നങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല, എന്തെങ്കിലും നടന്നിട്ടും കാര്യമില്ല. നമുക്ക് ആസ്വദിക്കാൻ പറ്റാവുന്ന സമയങ്ങളിൽ വേണം നമ്മുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ എഴുതി വെക്കുക, ഇത്ര ടൈം പീരീഡ് എഴുതി വെക്കുക, ഇത്ര സമയത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഇത്ര ആഴ്ചക്കുള്ളിൽ, ഇത്ര മാസത്തിനുള്ളിൽ, 1 വർഷത്തിനുള്ളിൽ, 2 വർഷത്തിനുള്ളിൽ അല്ലെ. ഇപ്പൊ സ്വപ്നം പല ആൾക്കും പല സ്വപ്നങ്ങളും പല ഡ്രീംസും ഉണ്ടാകുക. മക്കളെ കെട്ടിക്കാനുണ്ടായിരിക്കും, വീട് ചില ആളുടെ സ്വപ്നമായിരിക്കും, വാഹനം ചില ആളുടെ സ്വപ്നങ്ങളായിരിക്കും അല്ലെ. അതുപോലെ ഓരോ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ അല്ലെ. ഇപ്പൊ ഇവിടെ നമ്മൾ എന്ത് സ്വപ്നങ്ങളാണെങ്കിലും അതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്താൽ മതി. എത്ര വലിയ സ്വപ്നങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഞാനിപ്പോ ബിസിനസ് ലീഡേഴ്സ്, ഞാൻ സ്റ്റാർട്ടിങ്ങിലും എന്നോട് പറഞ്ഞിരുന്നു സ്വപ്നങ്ങൾ വേണം, ഡ്രീംസ് വേണം, എഴുതി വെക്കണം. ഞാന് ഒരുപാട് സ്വപ്നങ്ങൾ എഴുതി വെച്ചിരുന്നു. അപ്പൊ ബിസിനസ്സിനെ വേണ്ട ഒരു സ്വപ്നം, ഒരു ടൂൾ എന്ന് പറയുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ബിസിനസ്. ഏറ്റവും വലിയ ടൂൾസ് എന്ന് പറയുന്ന വാഹനമാണ്. അപ്പൊ ലീഡേഴ്സ് പറഞ്ഞിരുന്നു സ്വപ്നങ്ങൾ എഴുതി വെക്കാം. അപ്പൊ ഞാൻ എന്റെ ഡയറിയിൽ എഴുതി വെച്ച സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു 4 വീലർ വേണമെന്ന സ്വപ്നം. അത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ സ്റ്റേജിൽ ചേർന്നുണ്ടെങ്കിൽ അത് ഞാൻ എന്റെ സ്വന്തം കാറിൽ വന്നിട്ടായിരിക്കും ആ സ്റ്റേജിലേക്ക് കയറുക എന്നുള്ളൊരു ഡ്രീം ഞാൻ എഴുതി വെച്ചിരുന്നു. എഴുതി വെക്കുന്ന സമയത്ത് എനിക്ക് ഡ്രൈവിംഗ് അറിയില്ലായിരുന്നു, ലൈസൻസ് ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഇവിടെ എഴുതി വെച്ച സ്വപ്നത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചപ്പോ TC ആകുന്നതിന്റെ ഒരാഴ്ച മുന്നേ കാർ എടുക്കുകയും ലൈസൻസ് എടുത്ത് സ്വന്തം കാറിലാണ് ഞാൻ അന്ന് മഞ്ചേരി BOP സെന്ററിൽ എത്തിയത്. അത് എഴുതി വെച്ച് അതിനു വേണ്ടി ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങളും ഡ്രീമുകളും ഗോളുകളൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. ഗോൾ എന്നൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പൊ ഫസ്റ്റ് പറയുന്നത് ബെറി 007 പറയുന്നത് ഡ്രീമും ഗോളും ഉള്ള വ്യക്തികളായിരിക്കണം നിങ്ങൾ. എന്തൊക്കെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുള്ള വ്യക്തികൾക്ക് പറഞ്ഞിട്ടുള്ള ബിസിനസ് ആണത്. കാരണം അപ്പൊ നിങ്ങൾ എഴുതി വെക്കുക, മിനിമം 100 സ്വപ്നങ്ങളെങ്കിലും എഴുതി വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. പിന്നെ രണ്ടാമത് പറയുന്നത് ബി കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം നമ്മൾ ഓരോരുത്തരും. ഈ ബിസിനസ്സിനോട് കമ്മിറ്റഡ് ആയിരിക്കണം. അപ്പോൾ കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ, കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ശരിക്കും നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റും, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന വ്യക്തികൾ. ലീഡേഴ്സ് പല കാര്യങ്ങളും നമ്മോട് പറയാറുണ്ട്. പക്ഷെ എന്ത് പറയുമ്പോ പുതിയ ലീഡേഴ്സ്, പുതിയ ആളുകളൊക്കെ വെച്ച് ബിസിനസ് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ പ്ലാൻ പ്രസന്റേഷനിൽ മുന്നോട്ട് പോകുമ്പോൾ ആളുകൾ പറയാറുണ്ട്, നമ്മൾ ഓരോ കാര്യങ്ങൾ, നിങ്ങൾ പ്ലാൻ പറയൂ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തും എന്നൊക്കെ പറയുമ്പോൾ അവര് ഇന്ന് പറ്റില്ല സാർ, പിന്നെ പറയാം സാർ പറയൂ സാർ അല്ലെ. ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഒഴിഞ്ഞു മാറാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മളെ ലീഡേഴ്സ് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മളെ അവര് കാര്യങ്ങൾ പറഞ്ഞു ഏൽപ്പിക്കുന്നത്. അത് നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളത്, ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അവിടെ കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറുക എന്നതാണ് രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത്. പിന്നെ പറയുന്നു ഡെയിലി ആക്ടിവിറ്റീസ് അല്ലെ. ഡെയിലി ആക്ടിവിറ്റി വേണം നമുക്ക് ഈ ബിസിനസ്സിൽ പോകണം. ഡെയിലി ആക്ടിവിറ്റി. ഇപ്പൊ ഇവിടെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്, ഫുൾ ടൈം കരിയർ ആയിട്ട് ഏറ്റെടുത്ത് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഇവിടെ ഡെയിലി ആക്ടിവിറ്റിയിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഡെയിലി 5 ആക്ടിവിറ്റികൾ മിനിമം നമ്മൾ ചെയ്തിരിക്കണം. പാർട്ട് ടൈം വെച്ചാൽ മിനിമം 3 ആക്ടിവിറ്റികൾ ചെയ്തിരിക്കണം. ഇവിടെ പാർട്ട് ടൈം ജോലിക്കാരെ നമ്മൾ ധാരാളം കണ്ടു. പാർട്ട് ടൈം ജോലി എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത വെച്ചാൽ, ഇന്നിപ്പോ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ, ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾ പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ഒരു ഫുൾ ടൈം ജോബ് എന്ന് പറയുന്നത് 8 മണിക്കൂർ 10 മണിക്കൂറാണ് ഫുൾ ടൈം ജോലിക്കാരന്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ പാർട്ട് ടൈം വർക്കിംഗ് ടൈം എന്ന് പറയുമ്പോൾ 10 മണിക്കൂർ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ 5 മണിക്കൂറാണ് അവന്റെ പാർട്ട് ടൈം ജോലിയായിട്ട് കണക്കാക്കേണ്ടത്. അപ്പൊ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന വ്യക്തികൾ 5 മണിക്കൂറും സ്ഥിരമായിട്ട് ഡെയിലി ആക്ടിവിറ്റി ചെയ്തിരിക്കണം 5 മണിക്കൂർ. കാരണം ഈ ബിസിനസിന്റെ സാധ്യത അങ്ങനെയാണ്. കാരണം സമയം എന്ന് പറയുന്നത് നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് സമയമാണ്. അപ്പൊ ഇവിടെ നമ്മുടെ വീടും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ ഫാമിലിയോടൊപ്പം ഒക്കെ
സന്തോഷകരമായി ചെലവഴിക്കേണ്ട നിമിഷങ്ങളാണ് നമ്മൾ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്നത്. അപ്പോ ചെലവഴിക്കുന്ന സമയം 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് നമ്മൾ ചെലവഴിക്കണം. കാരണം നമുക്ക് വരാൻ പോകുന്ന നമ്മുടെ ഡ്രീംസ്, നമ്മളെ എന്താ പറയാ, ജീവിത സക്സസിലേക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയം വളരെ ആക്റ്റീവ് ആയിട്ട് ചെലവഴിക്കാം. അപ്പൊ ഇവിടെ ആക്ടിവിറ്റിയിൽ പറയുന്നതാണ് ഡെയിലി ആക്ടിവിറ്റി വേണം. ഡെയിലി 5 ആക്ടിവിറ്റികൾ മിനിമം നമ്മൾ ഒരു പ്രോസ്പെക്ട് ചെയ്തിരിക്കണം. പുതിയൊരു വ്യക്തി ചെയ്തിരിക്കണം. പുതിയതെന്നല്ല, എല്ലാവരും ചെയ്തിരിക്കണം. അതുപോലെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യണം. മിനിമം 3 ആക്ടിവിറ്റിയും ചെയ്തിരിക്കണം. സിമ്പിൾ ബിസിനസ് ആണ്. കാരണം ഒരാഴ്ച തന്നെ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആക്ടിവിറ്റി ഇഷ്ടം പോലെ നമുക്കുണ്ടാവും. ഒരു ആക്ടിവിറ്റിയിൽ നമുക്ക് എന്തൊക്കെ വരിക, പുതിയ പ്ലാൻ കൊടുക്കാം, ഫോളോ അപ്പ് ചെയ്യാം, അല്ലെ, പ്രൊഡക്റ്റ് സെല് ചെയ്യാം, അതുപോലെ തന്നെ പല പല ആക്ടിവിറ്റികൾ ചെയ്യാം. അപ്പൊ ഇന്നിപ്പോ 2 വ്യക്തികൾ പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ നാളെ അവരെ 2 പേരെയും ഫോളോ അപ്പ് ചെയ്യാം. അപ്പൊ നാളേക്ക് 2 ആക്ടിവിറ്റി ഓപ്പൺ ആയി, അല്ലെ. അതുപോലെ തന്നെ പുതിയ പ്ലാൻ കൊടുക്കാം, പുതിയ ഫോളോ അപ്പ് ചെയ്യാം, അതുപോലെ തന്നെ പുതിയ പ്രൊഡക്റ്റ് സെല് ചെയ്യാം. എന്ത് തന്നെയാലും ഡെയിലി 5 ആക്ടിവിറ്റി ചെയ്യാണ്ട് നമ്മൾ വീട്ടിലേക്ക് കയറരുത്. ആ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാം. അപ്പൊ ഡെയിലി ആക്ടിവിറ്റി മാത്രമല്ല, ഒരു ഡെയിലി ആക്ടിവിറ്റിക്ക് വേണമെങ്കിൽ ഒരു വ്യക്തമായ ഒരു പ്ലാനിങ്ങോട് കൂടി വേണമെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. വ്യക്തമായ ഒരു പ്ലാനിങ്. പക്ഷേ പ്ലാൻ ചെയ്യുമ്പോൾ, വർക്ക് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ടീമിനെ കൂട്ടിയിരുത്തിക്കൊണ്ട് ഓരോ ആഴ്ചയിലും ടീമിനെ ഇരുത്തിക്കൊണ്ട് ഡെയിലി ആഴ്ചയിലേക്കുള്ള ഒരു വർക്ക് പ്ലാനിങ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. വീക്ക്ലി പ്ലാനും വേണം, മന്ത്ലി പ്ലാനും വേണം. അപ്പോൾ വീക്ക്ലി പ്ലാൻ ഉണ്ടെങ്കിൽ ശരിക്കും വ്യക്തമായ ധാരണയോടുകൂടി നമുക്ക് ബിസിനസ് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. കാരണം നമ്മുടെ വരുമാനത്തിനും ഒരു കാൽക്കുലേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് വ്യക്തമായ ഒരു പ്ലാനിങ് വേണം. വീക്ക്ലി പ്ലാനിങ് ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അപ്പൊ വീക്ക്ലി പ്ലാനിങ്, മന്ത്ലി പ്ലാനിങ്, ഒരാഴ്ചത്തെ പ്ലാനിങ് ഒരു മാസത്തെ പ്ലാനിങ് ഒരാഴ്ചത്തേക്ക് ഡിവൈഡ് ചെയ്യുക. ഈ ഒരാഴ്ചത്തെ പ്ലാനിങ് ഡെയിലി ആക്ടിവിറ്റിയിലേക്ക് ഡിവൈഡ് ചെയ്യുക. ഈ രീതിയിൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ആക്ഷൻ പ്ലാനിൽ നിങ്ങളെ ടീമിനെ കൂട്ടിയിരുത്തിക്കൊണ്ട് ഒരാഴ്ചത്തേക്കുള്ള വർക്ക് പ്ലാൻ എല്ലാ ആഴ്ചയും ചെയ്യുക മാത്രമല്ല, ഓരോ ആഴ്ചയും വർക്ക് പ്ലാനിലിരിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച എടുത്ത വർക്കിനെ ഒരു അനലൈസിങ് നടത്തൽ നിർബന്ധമാണ്. അപ്പൊ പറയാറുണ്ട് ചില ആളുകൾ ഈ ആഴ്ച വരുമാനമില്ല, ഈ ആഴ്ച ബിസിനസ് നടന്നിട്ടില്ല, അപ്പൊ ഈ ആഴ്ച എന്തുകൊണ്ടാണ് വരുമാനമില്ലാത്തത് എന്നുള്ളൊരു അനലൈസിങ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ എന്താണോ പോരായ്മ, അതായത് ഈ ആഴ്ച നമ്മൾ ചെയ്തതിൽ എന്താണ് പോരായ്മ നമ്മൾ മനസ്സിലാക്കി അടുത്ത ആഴ്ചയിൽ ആ പോരായ്മ നികത്തിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഘടകങ്ങൾ ഇതാണ്. ഡെയിലി ആക്ടിവിറ്റി നിർബന്ധമായിട്ടും ചെയ്തിരിക്കുക. ഡെയിലി, വീക്കിലി, മന്ത്ലി പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോവുക. അപ്പൊ ഞാൻ നേരത്തെ ഗോളും ഡ്രീംസ് ഒക്കെ പറഞ്ഞില്ലേ, ഗോളും ഡ്രീംസ് ഒക്കെ പറയുമ്പോൾ തന്നെ ഈ രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. ഇപ്പോ പറയാറുണ്ട് എനിക്ക് ഈ ആഴ്ചയിൽ ഇത്ര വരുമാനം വേണം, അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ ഡ്രീം പറയാറുണ്ട്, സക്സസ് ഒക്കെ പറയാറുണ്ട് ഈ 2026 അല്ലെങ്കിൽ 25 അവസാനിക്കുമ്പോഴേക്കും 1 ലക്ഷം വരുമാനം വാങ്ങുന്ന ഓരോ ഇയർ എന്തെങ്കിലും പറയാറുണ്ട്. 1 ലക്ഷം വരുമാനം വാങ്ങുന്ന 100 കണക്കിന് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഓർഗനൈസേഷന്റെ ഒക്കെ പ്ലാനിങ്. അപ്പോ 1 ലക്ഷം വരുമാനം വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് വോളിയം എത്ര കണ്ട് ടാർഗറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 2 ഓർഗനൈസേഷനിലും എത്ര വോളിയം കയറണം. 1 ലക്ഷം ബിസിനസ് വോളിയം കയറണമെങ്കിൽ 10 ലക്ഷത്തിന്റെ ബിസിനസ് കയറണം, അല്ലെ. 1 ലക്ഷം വരുമാനമെങ്കിൽ 10 ലക്ഷത്തിന്റെ ബിസിനസ് 2 ഓർഗനൈസേഷനിൽ കയറിയിരിക്കണം. അപ്പൊ ഈ 10 ലക്ഷം ബിസിനസ് വോളിയം നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. അതിനെ എത്ര കണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അത്ര കണ്ട് ഡിവൈഡ് ചെയ്യുക. ഒരാഴ്ചയിൽ എത്ര കണ്ട് അച്ചീവ്മെന്റ്, എത്ര കണ്ട് വോളിയം കയറണം, അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്തുകൊണ്ട് ആ ഡിവൈഡ് ചെയ്ത വോളിയത്തിന് വേണ്ടി നമ്മൾ കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് ശരിക്കും നമുക്ക് ടാർഗറ്റ് ചെയ്ത വരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഇപ്പൊ പല ടീംസും പല ലീഡേഴ്സും മന്ത്ലി പ്രോഗ്രാം ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഈ മന്ത്ലി പ്രോഗ്രാം ഒക്കെ ശരിക്കും ബിസിനസ്സിന് വേണ്ട ഏറ്റവും വലിയൊരു ഘടകമാണ്. കാരണം ഈ മന്ത്ലി പ്രോഗ്രാമിലൂടെയാണ് ശരിക്കും നമ്മുടെ ബിസിനസ് ടേൺ ഓവർ വലിയ രീതിയിൽ കുതിച്ച് ചാടാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ നേരത്തെ കുറച്ചു മുന്നേ പറഞ്ഞിരുന്നു, ഇപ്പോ നമ്മുടെ ഓരോ മന്ത്ലി പ്രോഗ്രാമിലും റീറ്റെയിൽ ചാമ്പ്യന്മാരൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്, അല്ലെ. 10,000 രൂപയുടെ റീറ്റെയിൽ ചെയ്യുന്ന, ഇപ്പോ നിങ്ങൾ ചോദിക്കപ്പോ ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസം ഡെയിലി ഒരു മാസത്തിൽ ഒരു 10 പുതിയ പ്രോസ്പെക്ട് നമ്മളോട് കൂടെ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 ആൾ വന്നാൽ ഒരു വർഷത്തേക്ക് ഏകദേശം 120ഓളം ആളുകൾ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യും. ഈ 120 ആളുകൾ ശരിക്ക് 10,000 രൂപയുടെ റീപർച്ചേസ് ചെയ്താൽ തന്നെ ഏകദേശം 12 ലക്ഷത്തിന്റെ ബിസിനസ് കയറും. നമ്മുടെ ബിസിനസ് കയറും. ഈ 12 ലക്ഷത്തിന്റെ ബിസിനസ് BVയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 9 ലക്ഷം ബിസിനസ് വോളിയമായിട്ട് മാറും. ഈ 9 ലക്ഷം ബിസിനസ് വോളിയത്തിന്റെ 12% എന്ന് പറയുന്നത് 1,08,000 രൂപ നമ്മുടെ മന്ത്ലി പ്രോഫിറ്റ് ആയിട്ട് മാറാം
മാറ്റാൻ സാധിക്കും. അപ്പോൾ ഓരോ ടീമും മന്ത്ലി പ്രോഗ്രാം നടത്തുന്നതിന്റെ ലക്ഷ്യം ഇത് തന്നെയാണ്. അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ ടാർഗറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി ആക്ടിവിറ്റിയിലേക്ക് കിടക്കുമ്പോൾ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഒരു ഡെയിലി ഓരോ ദിവസവും ഓരോ മാസവും നമുക്ക് എത്ര വരുമാനം വേണം, അതിന് വേണ്ട ആക്ടിവിറ്റികൾ നമ്മൾ ചെയ്തിരിക്കണം. അപ്പൊ നാലാമത് പറയുന്നത് എന്താ വെച്ചാൽ സ്റ്റാർട്ടിങ് ഈച്ച് ദ ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് പ്രോപ്പർലി. പുതിയതായിട്ട് നമ്മുടെ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ബിസിനസ് ചെയ്യാനും തുടങ്ങാനും ചെയ്യാനും പഠിപ്പിക്കണം നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളെ. അപ്പോൾ കൃത്യമായിട്ട് ബിസിനസ് ചെയ്യാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തമായ പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാൻ പഠിപ്പിക്കണം. അതുപോലെ തന്നെ ഐഡിയ അടിക്കാൻ പഠിപ്പിക്കണം. അതുപോലെ തന്നെ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യേണ്ട രീതി അവരെ പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊക്കെ നിർബന്ധമായിട്ട് പുതിയ ആളുകൾ നമ്മൾ പഠിപ്പിച്ചിരിക്കും. കാരണം നമ്മൾ പുതിയൊരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അവരെ കൂട്ടി വേണം നമ്മൾ ഷോപ്പിലേക്ക് പർച്ചേസ് ചെയ്യാൻ പോകാനും. അവരെ ഇരുത്തിക്കൊണ്ട് വേണം നമ്മൾ ഐഡിയ അടിച്ച് കാണിച്ചു കൊടുക്കാൻ. അപ്പൊ ഐഡിയ അടിക്കാൻ പഠിപ്പിക്കുക. അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട രീതി പഠിപ്പിക്കുക. കാരണം ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു പാസീവ് ഇൻകത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് നമ്മൾ തന്നെ കലാകാലം ഐഡിയ അടിക്കാനും ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യാനും ഒക്കെ നമ്മൾ തന്നെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഈ കൂടെ വരുന്ന ആളുകൾക്ക് ഇതൊന്നും പഠിക്കാൻ സാധിക്കില്ല. തന്നെയുമല്ല അവരെ കൂടെ വരുന്ന ആളുകൾക്ക് അവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാനും സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം, നമ്മുടെ കൂടെ വന്ന വ്യക്തികളെ ബിസിനസ് ചെയ്യാനും നമ്മള് ബിസിനസ് അവസരം പരിചയപ്പെടുത്തിക്കൊള്ളും, അവസരം പറഞ്ഞു കൊടുക്കാനൊക്കെ നമ്മളെ കൂടെ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഇവിടെ പുതിയതായിട്ട് വന്ന വ്യക്തികൾ ചെയ്യേണ്ടത് ഇത്രയാണ്. നിങ്ങളെ ലീഡേഴ്സിന്റെ കൂടെ നിങ്ങൾ മിനിമം ശരിക്കും ഒരു 5-6 പ്ലാൻ, ഒരു വ്യക്തി ലീഡറുടെ കൂടെ 5-6, നിങ്ങളുടെ അപ്ലൈസിന്റെ കൂടെ 5-6 പ്ലാൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, 5-6 വ്യക്തികൾക്ക് ഈ അവസരം പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ 7ാമത്തെ പ്ലാൻ നിങ്ങളുടെ അപ്ലയൻസിന്റെ സഹായത്തോടെ, അപ്ലയൻസിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ കൊടുക്കുക. അപ്പൊ ഒരു 8-9-10 പ്ലാനൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ ഒരു പെർഫെക്റ്റ് പ്ലാൻ പ്രസന്റേഷൻ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അപ്ലൈൻ സാന്നിധ്യത്തിൽ നിങ്ങൾ പ്ലാൻ കൊടുക്കുമ്പോൾ അപ്ലൈന് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടോ എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് വേണ്ട കാര്യങ്ങൾ അവളെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞു തരികയും ചെയ്യും. അപ്പൊ പുതിയതായിട്ട് വരുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാൻ തയ്യാറാകുക. പ്ലാനും പറയാനും പ്രൊഡക്റ്റ് പറയാനും അതുപോലെ ഐഡിയ അടിക്കാനും പർച്ചേസ് ചെയ്യാനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുക. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമാണ് എന്തുണ്ടാകുക, നിങ്ങളുടെ താഴെ വരുന്ന ആളും നിങ്ങളുടെ കൂടെ വരുന്ന ആളുകളും ഇതേ രീതിയിൽ കോപ്പി അടിക്കുള്ളൂ. അല്ലെ, നമുക്ക് പറയാറുള്ള ഒരു കോപ്പി ഒരു ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ് പറയാറുണ്ട്. അപ്പൊ നമ്മൾ എന്താണോ ഡ്യൂപ്ലിക്കേറ്റ്, നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മുടെ കൂടെ അസോസിയേറ്റ്, നമ്മുടെ കൂടെ വരുന്ന ആളുകളും അത് തന്നെയാണ് ചെയ്യുക. നിങ്ങൾ ഇന്ന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് ഫീൽഡിൽ നിന്നും അല്ലെങ്കിൽ ഈ ബിസിനസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇപ്പൊ ലീഡേഴ്സ് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ടീമിനെ നിങ്ങൾ വിളിക്കുമ്പോൾ അവരും നിങ്ങൾ എന്താണോ ചെയ്തത് അതേപോലെ തന്നെ അവരും മുഖം ധരിച്ചു പോകും. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയാണ്, നമ്മുടെ കൂടെ വന്ന ആളുകളെ കറക്റ്റ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ പഠിപ്പിക്കുക. പ്രൊഡക്റ്റ് പറയാന്, അതുപോലെ തന്നെ പ്ലാൻ പറയാന്, പ്രൊഡക്റ്റ് ലിസ്റ്റ് ഇടാന്, ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാൻ, ഇതൊക്കെ പഠിപ്പിക്കുക. ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമാണ് ശരിക്കും നമുക്കൊരു പാസീവ് ഇൻകത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. കാരണം നമ്മുടെ കൂടെ വന്ന ആളുകൾ അവർ സ്വന്തമായിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങി പർച്ചേസ് ചെയ്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ മാത്രമാണ് ബിസിനസ് ഓളിയും കയറുകയുള്ളൂ. അപ്പൊ അതിന് വേണ്ട എല്ലാവിധ കോച്ചിങ്ങും ടീച്ചിങ്ങും അവർ കൊടുക്കുക. അതിന് വേണ്ട ട്രെയിനിങ്ങുകളും, അല്ലെ, ഇപ്പൊ ബിസിനസ് വേണ്ട ധാരാളം ട്രെയിനിങ്സ് നമുക്ക് വരാറില്ല. BOP സെന്ററുകളും അതുപോലെ തന്നെ NDO പോലുള്ള പ്രോഗ്രാമിലൊക്കെ അവരെ നിർബന്ധപൂർവ്വം അറ്റൻഡ് ചെയ്യിപ്പിക്കുക. എങ്കിൽ മാത്രമേ ശരിക്കും അവർ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുകയുള്ളൂ. അപ്പോ പറഞ്ഞ ഇതാണ്, നമ്മുടെ കൂടെ വന്ന ആളുകളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ബിസിനസ് ചെയ്യാനും പഠിപ്പിക്കുക, പ്ലാൻ പറയാനും എല്ലാം പഠിപ്പിക്കുക. 5ാമതൊരു കാര്യം പറയുന്നത് ബിൽഡിംഗ് ദ ഡെപ്ത് ഇൻ ഓർഗിറ്റ് 2, ഓർഗിറ്റ് 1. ഓർഗ് 1, ഓർഗിറ്റ് 2 നിങ്ങളുടെ ഓർഗനൈസേഷൻ 1ലും 2ലും ഡെപ്ത് ബിൽഡിംഗ് വളരെ പ്രോപ്പർ ആയിട്ട് നടക്കും. നമ്മൾ ഏറ്റവും താഴെയുള്ള ഡെപ്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാം. നിങ്ങൾ ഫോക്കസിങ്ങും സപ്പോർട്ടിങ്ങുമാണ് ഈ ബിസിനസ്സിന്റെ ഏറ്റവും വലിയൊരു ഘടകം. അപ്പൊ നമ്മുടെ താഴെ ഫോക്കസ് ചെയ്യുമ്പോൾ ഇവിടെ 2 ഓർഗനൈസേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, നമ്മളോട് കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകളായിരിക്കണം നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾ, അല്ലെ. അപ്പൊ ഈ ബിസിനസ്സിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ഓർഗനൈസേഷനിലും മിനിമം 5 ലീഡേഴ്സിനെ നിങ്ങൾ പേഴ്സണലി എന്ത് വേണം, അസോസിയേറ്റ് ചെയ്യാം. നിങ്ങൾ പേഴ്സണൽ ജോയിനിങ് 2 ഓർഗനൈസേഷനും വേണം. 2 ഓർഗനൈസേഷനും 5 പേര് നിങ്ങൾ 2 ഓർഗനൈസേഷനും നിങ്ങളെ പേഴ്സണൽ ജോയിനിങ് വേണം. എങ്കിലേ ശരിക്കും നമുക്ക് ഈ ബിസിനസ് ശരിക്ക് എന്താ പറയാ വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. കാരണം നമുക്കറിയാം നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾ നമ്മളൊരു ബന്ധമില്ലാത്ത ആളുകളാണ്. കാരണം കണക്ഷൻ ആയിട്ടാണ് ആളുകൾ വരാറ്. പക്ഷെ ഒരു വ്യക്തിയുടെ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ, ആ വ്യക്തിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണൽ ജോയിനിങ്ങിലൂടെ ശരിക്കും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിക്കുള്ളൂ.
മറ്റു നമ്മൾ അവരെ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് കുറ്റം പറഞ്ഞും കൊണ്ടൊക്കെ നമ്മൾ ഒരുപക്ഷെ അവരെ മാറ്റി നിർത്താനൊക്കെ സാധ്യത വരും. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷെ അവർ ചെയ്തിട്ടില്ലെങ്കിൽ 1, 2, 3 പ്രാവശ്യം ചെയ്തില്ലെങ്കിൽ പിന്നെ അവർ മെല്ലെ തഴയപ്പെടും. പക്ഷെ ഇവിടെ നമ്മളെ പേഴ്സണൽ ജോയിനിങ് ആണെങ്കിൽ നമ്മൾ അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നത് നമ്മളെ നിർബന്ധമാണ്. കാരണം നമ്മുടെ സുഹൃത്ത്, ബന്ധു, അയൽവാസിയായിരിക്കും നമ്മൾ പേഴ്സണൽ ജോയിനിങ് ആയിട്ട് നമ്മുടെ കൂടെ വരിക. അപ്പൊ നമ്മൾ ബിസിനസ്സിൽ വിജയിക്കുമ്പോൾ അവരെ കൂടെയും വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് മാറും. അപ്പൊ ഈ 5 വ്യക്തികളെ നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഇത്രയാണ് നമ്മുടെ ഓർഗനൈസേഷനിലും ഓർഗിറ്റൂലും അതായത് പ്രതിബദ്ധതയുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ നിര തന്നെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ പ്രതിബദ്ധതയുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ നമ്മുടെ താഴെ നമ്മളെ വർക്ക് 1-ലും 2-ലും നിങ്ങളുടെ പേഴ്സണൽ ജോയിനിങ് നിർബന്ധമാണ്. വർക്ക് 1-ലും 2-ലും പേഴ്സണൽ ജോയിനിങ് ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല. അവരെ കുട്ടിപ്പിടിക്കുക അല്ലാതെ വേറെ രക്ഷയില്ല, മുന്നോട്ട് പോകുക തന്നെ വേണം. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പൊ നമ്മുടെ പേഴ്സണൽ ജോയിനിങ് എന്ന് പറയുമ്പോൾ ശരിക്കും ഏത് റാങ്കിലാണെങ്കിലും, ഇപ്പോൾ ഒരു TC ആണെങ്കിൽ അല്ലെങ്കിൽ ATC ആണെങ്കിൽ എല്ലാ റാങ്കിലും നമ്മുടെ പേഴ്സണൽ ജോയിനിങ് വരണം. ഇപ്പോൾ ബെറി സ്റ്റാർ അല്ലെ, നമ്മുടെ ഓർഗനൈസേഷന്റെ റാങ്ക് ബെറി സ്റ്റാർ, ബെറി ഡബിൾ സ്റ്റാർ, ഫാസ്റ്റ് ടാഗർ ആൻഡ് TC, ATC അല്ലെ. ഈ രീതിയിൽ ഇപ്പൊ ATC റാങ്കിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ തന്നെ നമ്മുടെ താഴെ 5 ലെയറുകൾ നമ്മളെ കണക്ടിവിറ്റി വേണം. 5 ലെയറിൽ നമ്മളെ പേഴ്സണൽ ജോയിനിങ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളെ വർക്ക് 1-ലും 2-ലും 5 ജോയിനിങ്, പേഴ്സണൽ ജോയിനിങ് വർക്ക് 1-ലും വേണം, 2-ലും വേണം. ഇത് നിർബന്ധമായിട്ട് നമ്മൾ കൊണ്ടുവരിക. അപ്പൊ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ബിസിനസ് മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ലീഡേഴ്സ് ആയിട്ട് മാറാൻ സാധിക്കും. അതുപോലെ തന്നെ 6ാമത്തെ കാര്യം പറയുന്നത് കൗൺസിലിംഗ് വിത്ത് ഗ്രോയിങ് അപ്ലയൻസ്. നിങ്ങളെ സഹായിക്കുന്ന അപ്ലൈനുമായി നിങ്ങൾ സമയം ചെലവിട്ടുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു കൗൺസിലിംഗ് നിർബന്ധമാണ്. കാരണം ഈ ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റുകളും, നെഗറ്റീവാണ് കൂടുതൽ കിട്ടാറ് അല്ലെ, പോസിറ്റീവ് കുറവാണ്. അപ്പൊ ഈ നെഗറ്റീവ് കയറുമ്പോൾ ഇതിന് ഒരു കൗൺസിലിംഗ് നിർബന്ധമാണ്. കാരണം കൗൺസിലിംഗിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരാഴ്ച വർക്കിന് ഇറങ്ങുമ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്തു അല്ലെ, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ഈ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ചെയ്യാൻ പോകുന്ന ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ലൈനുമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്തിട്ട് വേണം ഓരോ പുതിയ കാര്യങ്ങൾ നമ്മൾ ടീമിലേക്കും ബിസിനസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ. കാരണം നമ്മൾ ചിലപ്പോൾ പുതിയതായിട്ട് വന്ന ആ വ്യക്തികൾ പുതിയ കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ അവർക്ക് പുതുമയുള്ളതായിരിക്കാം, പക്ഷെ ഇത് നേരത്തെ ചെയ്ത് പരാജയപ്പെട്ട കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ പുതിയതായിട്ട് വന്ന ആളുകൾ പറയാം. അപ്പൊ അപ്ലയൻസിന് അറിയാം നമ്മൾ ചെയ്ത കാര്യങ്ങൾ, അവർ ചെയ്ത കാര്യങ്ങൾ പരാജയപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെ. അപ്പൊ നമ്മൾ പുതിയ എന്ത് ബിസിനസ്സിൽ പുതിയതായിട്ട് എന്ത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിലും അത് നിങ്ങളുടെ അപ്ലൈനുമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്ത് കൊണ്ടുപോകണം നാളെ ബിസിനസ്സിലേക്കും ടീമിലേക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഓരോ ആഴ്ചയും പറ്റുമെങ്കിൽ മാസത്തിൽ 2 തവണയെങ്കിലും നിങ്ങളുടെ അപ്ലയൻസുമായിട്ട് അല്ലെങ്കിൽ മെന്ററുമായിട്ട് ഇരുന്ന് കൊണ്ട് അതാത് മാസങ്ങൾ അല്ലെങ്കിൽ അതാത് ആഴ്ചകളെ ബിസിനസ്സിനെ സ്ട്രാറ്റജി നിങ്ങളെ മെന്ററെ അറിയിക്കുക. അതുപോലെ ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ ഇരുന്ന് കൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് ഒരു മെന്റർഷിപ്പ് ഈ ബിസിനസ്സിൽ പ്രധാനപ്പെട്ട ഘടകമാണ് മെന്റർ എന്ന് പറയുന്നത്. കാരണം മെന്റർ ഇല്ലാത്ത ഒരു ബിസിനസ് ആകുമ്പോൾ ശരിക്കും നൂലില്ലാത്ത പട്ടം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പറയാറ്. കാരണം ഒരു മെന്റർഷിപ്പ് ഉണ്ടെങ്കിൽ ശരിക്കും ഈ ബിസിനസ്സിന് ശരിയായ ഒരു ഗ്രോത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ഇവിടെ ബിസിനസ്സിൽ ഗ്രോത്തിലൊരു ഗ്രോത്തിലൊരു ലീഡറെ ആയിരിക്കണം നിങ്ങൾ മെന്ററായി തരുന്നത്. നമ്മളെ മെന്റർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ടുവന്ന വ്യക്തിയെ അല്ല മെന്റർ. ശരിക്കും ഈ ബിസിനസ്സിൽ ആരാണോ നല്ല ഗ്രോത്തോടു കൂടി നല്ല സക്സസോട് മുന്നോട്ട് പോകുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങൾ മെന്റർഷിപ്പിലേക്ക് ഏറ്റെടുക്കുക. നിങ്ങളുടെ ചോയ്സ് ആണ് ആരെ വേണമെന്ന് മെന്റർഷിപ്പായിട്ട് ഏറ്റെടുക്കാം. ആ ഒരു മെന്ററുടെ സഹായത്തോടെ, ഒരു മെന്ററുടെ മോണിറ്ററിങ്ങോട് കൂടി ബിസിനസ് മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും യഥാർത്ഥ പെട്ടെന്ന് സക്സസിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. മറ്റത് ഈ ബിസിനസ് ഏത് വ്യക്തിക്കും സക്സസ് ആകാൻ പറ്റാവുന്ന ബിസിനസ് തന്നെയാണ്, പക്ഷെ പെട്ടെന്ന് ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തണമെങ്കിൽ നല്ലൊരു മെന്റർഷിപ്പിന്റെ സഹായത്തോടുകൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ മാസത്തിൽ 2 തവണയെങ്കിലും നിങ്ങൾ മെന്ററുമായിട്ടൊന്ന് ഇരുന്ന് ഒരു കൗൺസിലിംഗ് നിർബന്ധമായിട്ടും ചെയ്യുക. അതുപോലെ തന്നെ വരാൻ പോകുന്ന കാര്യത്തെ കൂടി വ്യക്തമായ ധാരണയോടെ എന്തൊക്കെ കാര്യങ്ങളാണ് ടീമിലേക്ക് നിങ്ങളിലേക്കും ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളത് ആ മെന്ററോട് സംസാരിക്കുക. ആ മെന്റർ വളരെ പ്രോപ്പറായിട്ട് മെന്റർ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം വ്യക്തമായിട്ട് പറഞ്ഞു തരും. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നിർബന്ധമല്ല, അനലൈസിങ് നിർബന്ധമാണ്. കാരണം നമ്മൾ ചെയ്ത പരാജയങ്ങൾ, ഇപ്പൊ ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഈ ആഴ്ച വരുമാനം ഇല്ലെങ്കിലും ടീമിന്റെ ഗ്രോത്ത് ഇല്ലെങ്കിലും അതിലെന്തെങ്കിലും കാരണ ഘടകങ്ങൾ ഉണ്ടാവും. അപ്പൊ മെന്ററായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് ശരിക്കും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയിൽ എത്താൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ 7ാമത്തെ സക്സസ്ബറി ഗ്ലോബൽ നിർദ്ദേശിക്കുന്ന സക്സസ് മന്ത്രിയിലെ 7ാമത്തെ കാര്യം ബെറി 07
സെവനിലെ 7ാമത്തെ കാര്യം പറഞ്ഞ് ഏൺ വീക്ക്ലി മന്ത്ലി കമ്മീഷൻ. വീക്ക്ലി മന്ത്ലി എന്നുള്ള കമ്മീഷൻ നേടിയെടുക്കുക. വീക്കിലിയിലും ആഴ്ചയിലെ വരുമാനവും മാസ വരുമാനവും നേടിയെടുക്കാൻ വേണ്ട പ്രവർത്തനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്കറിയാം നമ്മുടെ കമ്പനി ഒരുപാട് വരുമാനം തരുന്നുണ്ട്. വീക്കിലി പ്രോഫിറ്റ്, ഡെയിലി പ്രോഫിറ്റ് അല്ലെ. ഡെയിലി പ്രോഫിറ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? ഉൽപ്പന്നങ്ങൾ റീറ്റെയിൽ ചെയ്തുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. വീക്കിലി പ്രോഫിറ്റ് നമ്മുടെ ടീമിലൂടെ ബിസിനസ് ടേൺ ഓവറിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വീക്കിലി പ്രോഫിറ്റും അതിന്റെ കൂടെ തന്നെ മന്ത്ലി പ്രോഫിറ്റും ഒക്കെയാണ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ശരിക്കും ഫസ്റ്റ് പുതുതായിട്ട് വരുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം റീറ്റെയിലിംഗ് ശരിക്കും നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. കാരണം റീറ്റെയിലിംഗ് നമ്മുടെ ഒരു ബിസിനസിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. 3 Rനെ കുറിച്ച് പറയുന്നത് റീപർച്ചേസിങ്, റീറ്റെയിലിംഗ്, റിക്രൂട്ട്മെന്റ് എന്നാണ് ലീഡേഴ്സ് പറയാറ്. റിക്രൂട്ട്മെന്റ് ഇന്നിപ്പോ അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തികളൊക്കെ തന്നെ ഉൽപ്പന്നങ്ങൾ എടുക്കും, നമ്മളോട് അസോസിയേറ്റ് ചെയ്യും. പിന്നെ അവര് നേരിട്ട് റീറ്റെയിലിംഗിലേക്കല്ല പോകുന്നത്, റിക്രൂട്ട്മെന്റിലേക്കാണ് പോകുന്നത്. ശരിക്കും റിക്രൂട്ട്മെന്റ് ഈ ബിസിനസിന്റെ പ്രധാനപ്പെട്ട ഘടകമാണെങ്കിലും അതിനെ ഒപ്പം നിൽക്കുന്ന ഒരു ഘടകം തന്നെ റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ധാരാളം ലേഡീസും ധാരാളം അമ്മമാരും സഹോദരിമാരും ഒക്കെ വരാറുണ്ട്. ഇപ്പോൾ ഭാര്യമാരും പല വ്യക്തികളും വരാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, പല വ്യക്തികളും പറയുന്ന ഒരു ഘടകമാണ് പൈസ ഇല്ല എന്ന് പറയാം. ബിസിനസ്സിൽ നമ്മൾ വർക്കിന് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ മീറ്റിങ്ങിന് പോകുമ്പോൾ പൈസ ഇല്ല സാറേ, ഫണ്ടില്ല സാറേ എന്നുള്ളൊരു ഡയലോഗ് പല ആളുകളുടെ കയ്യിൽ നിന്നും കേൾക്കാറുണ്ട്. അപ്പൊ ഈ ഫണ്ടില്ലാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ ബിസിനസ് സ്റ്റാർട്ടിങ് നമുക്ക് വലിയ രീതിയിൽ വരുമാനം ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഈ ബിസിനസ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കിംഗ് ഫണ്ട് നിർബന്ധമാണ്. വർക്കിംഗ് ഫണ്ട് എന്ന് പറയുന്നത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പൊ വർക്കിംഗ് ഫണ്ടിലേക്കുള്ള ഒരു ഉപാധിയാണ് നമുക്ക് കമ്പനി പ്രോഡക്റ്റ് തന്നിട്ടുള്ളത്. കാരണം ഇവിടെ നമുക്കറിയാം പ്രോഡക്റ്റ് നല്ല രീതിയിൽ റീറ്റെയിൽ പ്രോഫിറ്റ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങളാണ് കമ്പനി നമുക്ക് നമ്മുടെ കൈവെള്ളിൽ വെച്ച് തന്നിട്ടുള്ളത്. അപ്പൊ പുതിയതായിട്ട് വന്ന വ്യക്തി നിർബന്ധമായിട്ടും റീറ്റെയിൽ ചെയ്തിരിക്കണം. കാരണം ഇവിടെ ഇപ്പൊ ചില ലേഡീസ് ഒക്കെ എന്നോട് പറയാറുണ്ട്, ഇപ്പൊ അവര് ബിസിനസ്സിൽ കയറുമ്പോൾ അല്ലെങ്കിൽ മീറ്റിങ്ങിന് പോകുമ്പോൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ അവർ ഹസ്ബൻഡുമാരുടെ കയ്യിൽ നിന്ന് പൈസ ചോദിച്ചിട്ടാണ് പോവാറ്. അപ്പൊ ഇവിടെ 2-3 പ്രാവശ്യമൊക്കെ അവർ ക്യാഷ് കൊടുക്കും. 3ാമത്തെ പ്രാവശ്യം ചോദിക്കുമ്പോൾ പറയും ഇങ്ങനത്തെ ബിസിനസ് ആണെങ്കിൽ നീ ചെയ്യേണ്ടത് പറയും. കാരണം ഒരു ബിസിനസ്സുകാരത്തി ബിസിനസ് ചെയ്യാൻ ഈ ദിവസം പൈസ അങ്ങോട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഏതൊരു വ്യക്തിക്കും അംഗീകരിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളല്ല. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ബിസിനസ് ചെയ്യാനുള്ള ചെലവ്, അല്ലെങ്കിൽ ഈ ബിസിനസ് അതിന് മുന്നോട്ട് പോകാനുള്ള ചെലവ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ബിസിനസ്സിൽ തന്നെ ഉണ്ടാക്കണം. അല്ലാണ്ട് നമ്മൾ വീട്ടിൽ നിന്നും പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് ബിസിനസ് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അത് നമുക്ക് കമ്പനി പ്രോഡക്റ്റ് തന്നിട്ട് നല്ല രീതിയിൽ റീറ്റെയിൽ ചെയ്യുക. റീറ്റെയിലൂടെ തന്നെ നമുക്ക് ഒരുപാട് റിക്രൂട്ട്മെന്റ് നമുക്ക് വരാൻ സാധിക്കും. അപ്പൊ മിനിമം ഒരു വ്യക്തിക്ക് ഒരു 20-25 കസ്റ്റമർ ലിസ്റ്റ് നമുക്ക് വേണം. കസ്റ്റമർ ലിസ്റ്റ് അല്ലെ, 25ഓളം കസ്റ്റമർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതായത് 10-25 കസ്റ്റമർ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ റിക്രൂട്ടിങ്ങുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ബിസിനസ് വളരെ സിമ്പിൾ ആയിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം വർക്കിംഗ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം നമുക്കറിയാം ഓരോ ആഴ്ചയിലും BOPയും GTSനൊക്കെ നമുക്ക് വരുന്ന ചെലവുകളുണ്ട്. അതുപോലെ തന്നെ ട്രെയിനിങ്ങിൽ അല്ലെ, NDO അതുപോലെ RTP പോലെ ട്രെയിനിങ് വരുമ്പോൾ അതൊക്കെ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുള്ളൂവെങ്കിലും ഇതിനൊക്കെ നമുക്ക് ക്യാഷ് വേണമെന്നെങ്കിലും റീറ്റെയിലിംഗ് നിർബന്ധമാണ്. അപ്പൊ റീറ്റെയിൽ എന്ന് പറയുന്നത് ഡെയിലി പ്രോഫിറ്റ് ആണ് അല്ലെ. നമുക്ക് എത്ര വേണമെങ്കിലും റീറ്റെയിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വരുന്നത് വീക്ക്ലി പ്രോഫിറ്റ് നമ്മൾ താഴെ നടക്കുന്ന ബിസിനസ്സിനനുസരിച്ച് ബിസിനസ് ടേൺ ഓവർ അനുസരിച്ചാണ് നമുക്ക് വീക്ക്ലി പ്രോഫിറ്റ് ആണ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ മന്ത്ലി പ്രോഫിറ്റ് അല്ലെ, പെർഫോമൻസ് ബോണസ്, ലോയൽറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്ലി പ്രോഫിറ്റും കിട്ടാറുണ്ട്. അവിടെ പെർഫോമൻസ് ബോണസ് ഒക്കെ TCA ലീഡേഴ്സിനാണ് കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ എല്ലാ ആളുകളും ഓടുന്നത് വീക്ക്ലി പ്രോഫിറ്റിന് വേണ്ടി മാത്രമാണ്. ആഴ്ച വരുമാനം, ഈ ആഴ്ചയിൽ എത്ര വരുമാനം കിട്ടണം എന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, മന്ത്ലി പ്രോഫിറ്റിന് വേണ്ടി പണിയെടുത്ത് കഴിഞ്ഞാൽ വീക്ക്ലി പ്രോഫിറ്റ് ഓട്ടോമാറ്റിക് നമ്മുടെ പോക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അവിടെ വീക്ക്ലി പ്രോഫിറ്റിലാണ് ശരിക്കും വേണം ഫോക്കസിങ് നിങ്ങൾ മന്ത്ലി പ്രോഫിറ്റിലേക്ക് മാറ്റുക. അപ്പൊ മന്ത്ലി പ്രോഫിറ്റിന് പെർഫോമൻസ് ബോണസിലേക്കും ലോയൽറ്റിയിലേക്കും നിങ്ങൾ ഫോക്കസിങ് മാറ്റി കഴിഞ്ഞാൽ വീക്ക്ലി പ്രോഫിറ്റ് സ്വാഭാവികമായിട്ടും വന്നുകൊള്ളും. അപ്പൊ കമ്പനി തരുന്ന ആഴ്ച വരുമാനം, മാസ വരുമാനം, ഇപ്പൊ കമ്പനി ഇയർലി ടോട്ടൽ ടേൺ ഓവറിന്റെ ഇയർലി ഒരു വരുമാനം കൂടി കമ്പനി തരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ZDC റാങ്കിലെത്തിയ ലീഡേഴ്സിന് ഉള്ള ഒരു പ്രോഫിറ്റ് ആണ് ഇയർലി പ്രോഫിറ്റ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയുള്ള ചിട്ടയായ പ്രവർത്തനം നമ്മൾ ചെയ്യാം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്ര തന്നെയാണ്. ഈ 7 ഘടകങ്ങൾ നിങ്ങൾ ബിസിനസ്സിൽ പാലിക്കുക. ഒന്ന് ഡ്രീമും ഗോളും സെറ്റ് ചെയ്യുക. ആ ഡ്രീമിനും ഗോളിനും അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക, കമ്മിറ്റഡ് ആയിരിക്കുക. അതായത് കമ്മിറ്റ്മെന്റോട് കൂടി പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഡെയിലി വീക്ക്ലി മന്ത്ലി ആക്ടിവിറ്റിയിലേക്ക് നിങ്ങൾ പോവുക. നമ്മുടെ കൂടെ വന്ന ആളുകളെ ബിസിനസ് ചെയ്യാനും പഠിപ്പിക്കുക, ചെയ്യാനും
പഠിപ്പിക്കുക, തുടങ്ങാനും പഠിപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഓർഗനൈസേഷൻ 1-ലും 2-ലും പ്രതിബദ്ധതയുള്ള ഒരു ലീഡേഴ്സിന്റെ നിര തന്നെ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ 1-ലും 2-ലും 5 പേഴ്സണൽ ജോയിനിങ് കൊണ്ടുവരിക. അവരെ നല്ല കറക്റ്റ് ആയിട്ട് പ്രോപ്പറായി മെന്റർഷിപ്പോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലയൻസിന്റെ കൂടെ കൗൺസിലിംഗ് നിർബന്ധമാണ്. 6ാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ് നിർബന്ധമാണ്. എല്ലാ മാസത്തിലും 1-2 തവണ നിങ്ങൾ അപ്ലയൻസിനുമായിട്ട് ഇരുന്ന് നിങ്ങൾ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി വീക്ക്ലി പ്രോഫിറ്റും മന്ത്ലി പ്രോഫിറ്റിനും വേണ്ടി വളരെ വ്യക്തമായ പ്ലാനിങ്ങോട് മുന്നോട്ട് പോയി പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഒരു 5 സ്റ്റെപ്പ് കൂടി ഞാൻ നിങ്ങളോട് പറയാം. 5 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന വ്യക്തികൾ നിർബന്ധമായിട്ടും പാലിച്ചിരിക്കേണ്ട ഇതിന്റെ കൂടുതൽ 5 സ്റ്റെപ്പ് കൂടി നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ. 5 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പറയുന്നത് ലിസ്റ്റ് ബിൽഡിംഗ് മസ്റ്റ് ആണ്. പുതിയ ലിസ്റ്റ് ബിൽഡപ്പ് ഒക്കെ അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റിലേക്ക് പോകും. 2ാമത്തെ ഷോർട്ട് ലിസ്റ്റ് ആണ്. ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആളുകളെ പ്രോഗ്രാമിലേക്ക്, 3ാമത്തെ ഘടകം പ്രോഗ്രാമിലേക്ക് അടുപ്പിക്കുക. ഈ പ്രോഗ്രാമിൽ കയറിയ ആളുകൾ ഫോളോ അപ്പ് ആൻഡ് ക്ലോസിംഗിലേക്ക് പ്രവേശിക്കുക. ഈ ക്ലോസിംഗിൽ വന്ന വ്യക്തികളെ NDUയിലേക്കും BOPയിലേക്കും NDUയിലേക്കും ട്രെയിനിങ്ങിലേക്കും കൊണ്ടുവരിക. അവരെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പഠിപ്പിക്കുക. അതുപോലെ തന്നെ അവരെ പുതിയ ഹോം മീറ്റിംഗിലേക്ക് അവരെ കൂടെ ഇരുന്ന് കൊണ്ട് പുതിയ ഹോം മീറ്റിംഗുകൾ പ്ലാൻ ചെയ്തുകൊണ്ട് ഹോം മീറ്റിംഗ് നടത്തുക. ഈവനിങ് മീറ്റിംഗ് നടക്കുക. അപ്പൊ ഈവനിങ് മീറ്റിംഗും ഹോം മീറ്റിംഗ് ഈ ബിസിനസിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഹോം മീറ്റിംഗ് നടക്കുന്നത് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഘടകമാണ് ഈവനിങ് മീറ്റിംഗ്. അപ്പൊ ഹോം മീറ്റിംഗിൽ പല ഭാഗങ്ങളും പല ഏരിയയിലും ഹോം മീറ്റിംഗ് നമ്മൾ നടത്താറുണ്ടെങ്കിലും ഈ ഹോം മീറ്റിംഗ് പകലാണ് ഒട്ടുമിക്ക ഹോം മീറ്റിംഗ് നടത്താറ്. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ശേഷമൊക്കെയാണ് ഒട്ടുമിക്ക ഹോം മീറ്റിംഗ് നമ്മൾ കാണാറുള്ളത്. അപ്പൊ ഈ 2 മണിക്ക് ശേഷം അല്ലെങ്കിൽ പകലുള്ള ഒരു മീറ്റിംഗിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീറ്റിംഗിലൊക്കെ വരിക ഒക്കെ അമ്മമാരാണ് വരിക, അല്ലെ? ലേഡീസ് ആണ് കൂടുതലായിട്ടും വരിക. ലേഡീസ് പറഞ്ഞ അമ്മമാരാണ് വരിക. അപ്പൊ ഇവിടെ ഹോം മീറ്റിംഗ് ശരിക്കും വേണ്ട ശരിക്കും ഈവനിങ്ങിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതായത് ഈവനിങ് മീറ്റിംഗ് ഹോം മീറ്റിംഗ് ഈവനിങ് മീറ്റിംഗ് ആയിട്ട് മാറ്റുക. ഈവനിങ് മീറ്റിംഗ് ആയിട്ട് മാറ്റുമ്പോൾ അവിടെ ഫാമിലി ആയിട്ട് വരും. അത് ജെൻസും ഈ ബിസിനസ്സിലേക്ക് ധാരാളം കടന്നു വരും. അതായത് ആണുങ്ങളെ ഈ ബിസിനസ് കടന്നു വരുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. കാരണം ഇപ്പൊ ഫാമിലി ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും അവർക്ക് ഫാമിലി ആയിട്ട് ഇപ്പോ ഹോം മീറ്റിംഗ് ഉച്ച സമയത്ത് പകൽ സമയത്ത് വെക്കുന്ന മീറ്റിംഗിൽ ലേഡീസ് വരുമ്പോൾ ഇവർ കേട്ട കാര്യങ്ങൾ അവർ വീട്ടിൽ ചെന്ന് പറയുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്ന് കേട്ട കാര്യങ്ങൾ അവർ ഹസ്ബൻഡുമാരോട് ഷെയർ ചെയ്യുമ്പോൾ അവർ 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ഒതുക്കും. ഈ 5 മിനിറ്റ് കൊണ്ട് പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അപ്പൊ നേരെ മറിച്ച് ഈവനിങ്ങിലാകുമ്പോൾ വർക്കിന് പോകുന്ന ആണുങ്ങളാണെങ്കിലും അവർ വർക്ക് കഴിഞ്ഞ 7 മണിക്ക് ഫ്രീ ആയ സമയത്ത് അവർ ഫാമിലി ആയിട്ട് വരാൻ സാധിക്കും. അപ്പൊ ഈ ബിസിനസ് ഏറ്റെടുക്കുന്ന ആളുകൾ ഫാമിലി ആയിട്ട് വരും. കാരണം ഈവനിങ് മീറ്റിംഗിന്റെ പ്രത്യേകതയാണ്. അപ്പൊ പരമാവധി ഈവനിങ് മീറ്റിംഗ് നിങ്ങൾ പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊക്കെ റിപ്പീറ്റ് ചെയ്യണം? ലിസ്റ്റ് ബിൽഡിംഗ് റിപ്പീറ്റ് ചെയ്യുക, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, അവരെ പ്രോഗ്രാമിലേക്ക് ലിസ്റ്റ് ചെയ്ത ആളുകളെ പ്രോഗ്രാമിലേക്ക് അടുപ്പിക്കുക. പ്രോഗ്രാമിൽ കയറിയ ആളുകളെ എന്ത് ചെയ്യണം? ഫോളോ അപ്പ് ആൻഡ് ക്ലോസിംഗിലേക്ക് അടുക്കുക. ക്ലോസിംഗ് ചെയ്ത വ്യക്തികളെ ബിസിനസ് ചെയ്യാൻ പഠിപ്പിക്കുക. NDUയിലും ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പഠിപ്പിക്കുക. അവരെ കോർഡിനേഷനോടെ ഹോം മീറ്റിങ്ങുകളും വൈകിട്ടുള്ള ഈവനിങ് മീറ്റിംഗ് സംഘടിപ്പിക്കുക. ഇതിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ട്രൈ അഗൻ ചെയ്തുകൊണ്ടിരിക്കുക. ഈ 4 ഘടകങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള സമയം വളരെ അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം ഈ ബിസിനസ്സിലേക്ക് നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങേണ്ട സമയം ആയി തുടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ചേർന്ന വ്യക്തികൾ ഇതിൽ ഉപകാരപ്പെട്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. നമ്മൾ ഡെയിലി ആക്ടിവിറ്റി ചെയ്യുക. കാരണം ഇവിടെ നമ്മൾ കാലങ്ങളോളം ചെയ്യേണ്ട ഒരു ബിസിനസ് അല്ല. ഒരു 4-5 വർഷം കൊണ്ട് നമുക്ക് വളരെ രീതിയിൽ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ബിസിനസ് അവസരമാണ്. അപ്പൊ ചെയ്യുന്ന സമയം നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രയോജനപ്പെടുത്തുക. നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കാൻ. കാരണം നമ്മുടെ ഫാമിലി, നമ്മളെ മക്കളോടും കുട്ടിയോടും ഒക്കെ ഇരിക്കേണ്ട സമയമാണ് നമ്മൾ ഈ ബിസിനസ്സിന് വേണ്ടി ചെലവഴിക്കുന്നത്. അപ്പൊ ഈ ചെലവഴിക്കുന്ന സമയം വളരെ ഷാർപ്പായിട്ട് നമ്മൾ ചെലവഴിക്കുക. കാരണം ബിസിനസ് അത്ര സ്ട്രോങ് ആയിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വലിയ രീതിയിൽ ബിസിനസ് ടേൺ ഓവർ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ നമ്മുടെ ബിസിനസ്സായിട്ട് അസോസിയേറ്റ് ഉണ്ട്. നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ GTS നമ്മൾ കണ്ടില്ലേ, ഇരിക്കാനും നിൽക്കാനും സ്ഥലമില്ലാത്ത രീതിയിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ മലപ്പുറം ജില്ലയിലെ ആളുകൾ തന്നെയാണ്. പുറമെ കണ്ണൂരത്തെ ലീഡേഴ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിലും, കണ്ണൂരിൽ നിന്നൊക്കെ കാസർഗോഡ് നിന്ന് ലീഡേഴ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിലും പക്ഷെ അവിടെ കയറിയിട്ടുള്ള ആളുകൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആളുകൾ തന്നെയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഘടകം എന്ന് വെച്ചാൽ ഇവിടെ ബിസിനസ് നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ബിസിനസ് എത്ര കണ്ട് ഏൺ ചെയ്യുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് ആളുകളിലേക്ക് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നല്ലൊരു സമയമാണ് ഇപ്പോൾ. ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു സാധ്യതയുള്ള സമയമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വളരെ ഷാർപ്പായിട്ട് ടൈം പഞ്ച്വാലിറ്റിയോടുകൂടി
നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ട് എല്ലാവരും വലിയ വലിയ രീതിയിൽ സക്സസ് ക്രിയേറ്റ് ചെയ്യട്ടെ. ഈ ബിസിനസ് വലിയ വലിയ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സെക്ഷൻ വളരെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും വലിയ വലിയ വിജയാശംസകൾ നേരുന്നു. നിങ്ങളുടെയൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ അനുസരിച്ചുള്ള വലിയൊരു സക്സസിലേക്ക് ഈ ബിസിനസ് എത്തിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശംസ.